അരമുറി ട്രൗസർ ഇട്ട് കണ്ണകിയിൽ RSS ശാഖയിൽ നടക്കുമ്പോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ RSSകാരും BJPക്കാരും കരുതണ്ട. നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവും, സമ്പത്തിന്റെ എല്ലാ ഗർവും ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടിയെടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ പാലക്കാട്ടെ RSSകാരും BJPക്കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ ആണായി പിറന്നവനൊന്നും ബാക്കിയില്ലാന്ന് എനിക്ക് അതിനകത്ത് ആംബിയറുള്ള ഒരുത്തരും ബാക്കിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അതിനകത്ത് ചുമതലയിരിക്കുന്ന ഒരുത്തനും ആംബിയറുള്ള ഒരുത്തനുമില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട്, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് ഒലത്തിക്കളയാമെന്ന് പാലക്കാട്ടെ BJP നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത്? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ 4 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ള പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പൊ കേവലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ചയച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്നാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കട BJP നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങൾ ഇന്നിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സധൈര്യം കടന്നു വന്നിരിക്കുകയാണ്. ഈ അക്രമത്തിന്റെ, കയ്യൂക്കിന്റെ, വയലൻസിന്റെ രാഷ്ട്രീയത്തിനെതിരായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ. പക്ഷെ സധൈര്യമാണ് കടന്നു വന്നിട്ടുള്ളത്.